ജാസ്മിന് മുട്ടം വെടിവെക്കുകയാണ് ബിഗ് ബോസ്. പുതിയ വൈൽഡ് ജാസ്മിനും തമ്മിലായിരിക്കുമോ ഇനിയുള്ള യുദ്ധം? എന്താണെന്നല്ലേ നമുക്ക് പറയാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്താണെന്നല്ലേ, ആദ്യ ആഴ്ചയിൽ തന്നെ ബിഗ് ബോസിൽ വളരെ തിളങ്ങി നിന്നൊരു താരമായിരുന്നു നമ്മുടെ ജാസ്മിൻ ജാഫർ. അകത്തും പുറത്തും വളരെയധികം ചർച്ചാ വിഷയമായ ഒരാളുമാണ്. ആദ്യ ആഴ്ചയിലൊക്കെ നല്ല പ്രകടനമാണ് ജാസ്മിൻ കാഴ്ചവെച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ്റെ ഗ്രാഫ് ഒന്ന് കുറഞ്ഞു വന്നു. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, ജാസ്മിൻ ഗബ്രിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു ജാസ്മിൻ്റെ ഗ്രാഫ് കുത്തനെ കുറയാൻ കാരണം. അത് മാത്രമല്ല, വീടിന് പുറത്തും അകത്തും വളരെ വിമർശനാത്മകമായി ജാസ്മിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോ ഇഷ്ടപ്പെടാത്ത മലയാളികൾ, അവർ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കാനാവാത്ത വീട്ടുകാർ, അങ്ങനെ മൊത്തത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരാളാണ് ജാസ്മിൻ ജാഫർ. അത് മാത്രമല്ല, ജാസ്മിൻ്റെ വാപ്പ വിളിച്ച പ്രശ്നങ്ങളും അത് കഴിഞ്ഞുള്ള ജാസ്മിൻ്റെ പ്രകടനങ്ങളും ഒക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായ ഒന്ന് തന്നെയായിരുന്നു, ഹൗസിനകത്തും പുറത്തും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയായിരുന്നു. തൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഏതോ ഫ്രണ്ട് വഴി ഒരു ആലോചന വന്നു, അത് ബിഗ് ബോസിന് ശേഷം തീരുമാനിക്കാം എന്നാണ് എന്നൊക്കെ ശ്രീധുവിനോട് വെളിപ്പെടുത്തുന്നത് നമ്മൾ കേട്ടായിരുന്നു. അതിൻ്റെ സത്യം എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ ഇപ്പോൾ ജാസ്മിനെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ജാസ്മിന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് വൈൽഡ് കാർഡായിട്ട് ഹൗസിലേക്ക് എൻട്രി ചെയ്യുക എന്ന്. റോക്കിയും സിജോയും അങ്ങനെ അടങ്ങിയ ഒരു ശക്തമായ വൻനിര ഹൗസിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഓളം സൃഷ്ടിക്കാനും അവിടെ കട്ടയ്ക്ക് നിന്ന് മത്സരിക്കാനും ഉള്ള മത്സരാർത്ഥികളൊക്കെ താരതമ്യേന കുറവാണ്. അപ്പം ഈ ഒരു നിമിഷത്തിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി വളരെ അനിവാര്യമാണ്. അതും ശക്തമായ ഒരു വൈൽഡ് കാർഡ് തന്നെ വേണം. ആ വൈൽഡ് കാർഡിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും ജെഫ്രി കോംബോ ഒന്ന് കട്ട് ചെയ്യുന്നതും കൂടി ആയിരിക്കണം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അഫ്സലായിരിക്കും കയറുക എന്നാണ് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. അങ്ങനെ അഫ്സലാണ് വൈൽഡ് കാർഡായിട്ട് കയറുന്നതെങ്കിൽ ജാസ്മിൻ ഒരു അഭിനയ തരംഗം തന്നെയുള്ള കാഴ്ചവെക്കേണ്ടി വരും പിടിച്ചു നിൽക്കാനും. ഏതായാലും നമുക്ക് നോക്കാം വൈൽഡ് കാർഡിൻ്റെ ആരായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ. ഏതായാലും ഉടനെ തന്നെ കാണും, അധികം താമസിക്കാതെ തന്നെ ഒരു വൈൽഡ് കാർഡിനെ എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ആക്കും. അതാരായിരിക്കും എന്തായിരിക്കും നമ്മൾ പറയുന്നത് പോലെ തന്നെ ജാസ്മിനും അതൊരു വൻ എതിരാളിയായിരിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും പുതിയ വിശേഷങ്ങൾ പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളുടെ സ്വന്തം കിറ്റ്. ബൈ.